എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളിന് ശേഷം കുളിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്കൊന്ന് കുളിക്കാം. എങ്ങനെ കുളിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് അബൌട്ട് കോളി ഹെയർ, ഞാൻ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ഷോർട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്സിനകത്ത് കുറച്ചല്ല 1-2 കമൻസ് ഒക്കെ വന്ന് എൻ്റെ കേളി ഹെയർ റുട്ടീനെ കുറിച്ചിട്ടും അതും ഇതൊക്കെ ആയിട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഒരു ഫുൾ വീഡിയോ. അപ്പോൾ അതിനകത്ത് കുറേ കൺഫ്യൂഷനുണ്ട് ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞു കൊടുത്തതിനകത്ത് മനസ്സിലാകാഞ്ഞത് കൊണ്ടായിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫുൾ വീഡിയോ ചെയ്യണം. ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഒന്ന് ഓയിലിംഗ് ചെയ്യുക, ഷാംപൂ ചെയ്യുക, കണ്ടീഷണർ ചെയ്യുക, ലിവിങ് ചെയ്യുക, ജെല്ല് യൂസ് ചെയ്യുക. ഈ 5 സ്റ്റെപ്പാണ് ബേസിക് ആയിട്ട് വരുന്ന CG മെത്തേഡിൽ വരുന്ന 5 സ്റ്റെപ്സ്. ഈ 5 സ്റ്റെപ്സിൽ നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. ആ മിസ്റ്റേക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തുവാണെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എൻ്റെ മുടിയുടെ ഒരു കണ്ടീഷനും എൻ്റെ മുടിയുടെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാമെന്നുള്ളതല്ലാതെ എനിക്ക് വർക്കായ രീതിയിൽ അത് നിങ്ങളിൽ ഒരാൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അതൊരു മെയിൻ പോയിൻ്റാണ്. നമ്മൾ കൊച്ചിലേ മുതൽ കേൾക്കുന്നതാണ് മുടി നല്ലപോലെ ചീകി ഒതുക്കി കെട്ടുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെയുള്ള കാര്യം. അതൊരു ബുൾഷിറ്റാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുടി ചീകാനേ പാടില്ല. നമുക്ക് മുടി ചീകുന്നതിന് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതായത് ഇന്ന രീതിയിൽ ഇന്ന ടൈമിൽ നമ്മൾ മുടി ചീകാൻ പാടുള്ളൂ എന്നുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓയിലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഓയിലിംഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ മുടി ഒക്കെ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സ്കാൽപ്പ് മോയ്സ്ചർ ചെയ്യുന്നു, അതുകൂടാതെ സ്കാൽപ്പിൽ കുറച്ച് ലൂബ്രിക്കൻ്റ് ഉണ്ടാക്കുന്നു. അത് നാച്ചുറലായിട്ടുള്ള ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ഓയിലിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുടി കഴുകുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രോട്ടീൻ ലോസ് ഉണ്ടാകുന്നുണ്ട്. ഈ പ്രോട്ടീൻ ലോസിനെ നമുക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോക്കനട്ട് ഓയിൽ. ഇത് ഞാൻ പറഞ്ഞല്ല, കുറേ സ്റ്റഡീസ് പറയുന്നതാണ്. ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ കുറച്ച് രക്തയോട്ടം ഉണ്ടാവും. അത് നമ്മുടെ മുടി വളരാനൊക്കെ കുറച്ച് രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ എണ്ണ തേച്ച് മുടി വളർത്തിയെടുക്കാം എന്നുള്ള മിഥ്യാധാരണയൊന്നും ആർക്കും വേണ്ട. അതുപോലെ തന്നെയാണ് കൂടുതൽ സമയം എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് മണ്ടൻ ചിന്താഗതിയാണ്. അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. മാക്സിമം പോയാൽ ഒരു 1 hour, അതിൽ കൂടുതലൊന്നും കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഓയിൽ. പിന്നെ ഓരോ ഹെയറിനും വേണ്ട രീതിയും വേണ്ട ഓയിലും ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ദന്തപാല ഓയിലാണ്. കാര്യം എനിക്ക് ഡ്രൈ സ്കിന്നാണ്, പിന്നെ എനിക്ക് താരൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം ഓരോരുത്തരുടെ സ്കാൽപ്പും ഡിഫറെൻ്റ് ആണ്. അത് ഡോക്ടറിനെ കണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ വേണം നിങ്ങളൊരു ഓയിൽ ചൂസ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും. ഷാംപൂ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഷാംപൂ എന്ന് പറയുന്നത് ഗാർണിയറിൻ്റെ അവക്കാഡോ ഓയിൽ ആൻഡ് ഷിയ ബട്ടർ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഷാംപൂ എനിക്ക് തോന്നുന്നു ഇവിടെ അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഷാംപൂ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത്. നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, നാച്ചുറലായിട്ട് ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഷൈനി ആയിരിക്കും, നല്ല സിൽക്കി ആയിട്ട് കിടക്കും സ്ട്രെയിറ്റ് ഹെയർ. ഇതെന്ന് വെച്ചാൽ ഈ ഓയിൽ ട്രാൻസ്ഫറായി മൂവ്മെൻ്റ് ഉണ്ടായി എൻഡിൽ വരെ പോകാനുള്ള ഒരു സ്മൂത്ത് സിറ്റുവേഷൻ അവർക്കുണ്ട്. നമുക്ക് ആ ഒരു സാഹചര്യമില്ല. നമ്മുടെ ഫോളിക്യൂൾസ് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇത് എൻഡ് വരെ എത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മോയ്സ്ചർ കൊടുക്കണം, എക്സ്ട്രാ എഫേർട്ട് ഇടണം നമ്മൾ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാച്ചുറലായിട്ടുള്ള ഓയിൽ, ഡർട്ട്, ഡസ്റ്റ്, പൊല്യൂഷൻ, ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് കഴുകിക്കളയണം. നമ്മളുടെ വിയർപ്പും ഇതെല്ലാം കഴുകിക്കളയുക എന്നുള്ളതാണ് ഷാമ്പു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CGയിൽ തന്നെ പോകുന്ന ആൾക്കാർ ലാസ്റ്റ് വാഷ് ഡേയിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഷാമ്പു മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തത് കണ്ടീഷൻ ചെയ്യുക. കണ്ടീഷൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷാമ്പു ചെയ്ത് കഴിയുമ്പം മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഈ ഡ്രൈ ആവുന്ന സിറ്റുവേഷനിൽ നമ്മുടെ മുടിയിലോട്ട് നമ്മളൊരു മോയ്സ്ചർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ യൂസ് ചെയ്യേണ്ട സാധനമല്ല കണ്ടീഷണർ. അത് നമ്മുടെ മുടിയിൽ മാത്രം യൂസ് ചെയ്യേണ്ടതാണ്. സ്കാൽപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തുമാണ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. കണ്ടീഷണർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഒരു ചെറിയ മോയ്സ്ചർ കൊടുക്കും.
പിന്നെ മുടി കുറച്ച് സ്മൂത്താക്കും. ഈ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുടി ചെയ്യേണ്ടത്. ഈ സമയത്ത് മുടി ചെയ്യുമ്പോൾ മുടി ബ്രേക്ക് ആകാതെ, എന്ന് വെച്ചാൽ മറ്റേത് സാഹചര്യത്തെക്കാളും ബ്രേക്ക് ആവാതെ നമ്മുടെ മുടി നമുക്ക് ടാങ്കിൾ ചെയ്തെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത പോയിൻ്റാണ് ലിവിങ് ക്രീം. ലിവിങ് ക്രീം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സംഭവം. ലിവിങ് ക്രീം എന്ന് പറയുന്നത് ലോങ് ടൈം മോയ്സ്ചറാണ്. നമുക്ക് കേൾസിന് കൂടുതൽ ഡെഫിനിഷൻ തരും. നമ്മുടെ ഫ്രിസ്നെസ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ നമ്മുടെ മുടി ഡ്രൈ ആവുന്നത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ലിവിങ് ക്രീം നമ്മുടെ മുടിയിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ലിവിങ് ക്രീം എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുഖത്ത് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യും. നമ്മുടെ മുഖം കഴുകി കഴിഞ്ഞ് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഡ്രൈനെസ് ഉണ്ടാവും. ഈ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചർ യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ മോയ്സ്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളയില്ല, നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ പുറത്ത് പിന്നെ നമ്മൾ സൺസ്ക്രീം ഇടുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇതേ സെയിം സംഭവമാണ് ലിവിങ് ക്രീം നമ്മുടെ ഹെയറിൽ ചെയ്യുന്നതും. ഇത് നമ്മുടെ മുടിയിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ്, നമ്മൾ വാഷ് ചെയ്ത് കളയുന്നില്ല ലിവിങ് ക്രീം. നനഞ്ഞ മുടിയിലാണ് ലിവിങ് ക്രീം യൂസ് ചെയ്യേണ്ടത്. അടുത്ത പോയിൻ്റാണ് ജെല്ല്. ജെല്ല് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ഷാമ്പൂ ചെയ്ത്, കണ്ടീഷണർ ചെയ്തു, ലിവിങ് ക്രീം യൂസ് ചെയ്തു. ഈ 2 സാധനം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മൂസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അത്രയും ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പം ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത്രയും സാധനങ്ങൾ നമ്മുടെ മുടിയെ പിടിച്ച് നിർത്തണം. ഇപ്പം എന്താ പറയുക, പിടിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ് ജെല്ലെന്ന് പറയുന്നത്. ലിവിങ് ക്രീം നമുക്ക് മോയ്സ്ചർ ചെയ്യുവാണെങ്കിൽ, ജെല്ല് നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇത്രയും പിടിച്ച് നിർത്തുക, അതായത് ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. പിന്നെ ഡെഫിനിഷൻ നൽകുക എന്നുള്ളതാണ്, നമ്മുടെ കേൾസിന് ഡെഫിനിഷൻ നൽകുക. വാഷ് ഡേ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും ലിവിങ് ക്രീം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ജെല്ലാണ്. CG മെത്തേഡ് എങ്ങനെ ചെയ്താലും ജെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതാണ്. ഈ 5 പോയിൻ്റാണ് മെയിനായിട്ട് CG മെത്തേഡിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സൈഡുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള സൈഡും ഉണ്ട്. അതായത് ഇപ്പോൾ ഓരോ കേൾസും ഡിഫറെൻ്റ് ആണ്, ഓരോ കേൾസ് ഡെഫിനിഷൻ ഡിഫറെൻ്റ് ആണ്, പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഹെയറിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. വേറൊരാളുടെ കേൾസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ കുറേ എക്സ്പെരിമെൻ്റ് ചെയ്യാം. കുറേ കാര്യങ്ങൾ, ഡിഫറൻസ് ഷാംപൂസ് യൂസ് ചെയ്ത് മാറ്റി നോക്കാം, കേൾ ക്രീംസ് മാറ്റി നോക്കാം, അങ്ങനെ പല മൂവ്സ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെയുള്ള പൈസയും സമയവും ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ല 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 രസമുള്ളൊരു പരിപാടിയാണ് ആക്ച്വലി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു CG മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് CG മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം പെർഫെക്റ്റായിട്ട് ആദ്യമേ ചെയ്യാനൊക്കത്തില്ല. കുറേ കാര്യങ്ങളിലോട്ട് നമ്മൾ പുതിയൊരു ശീലം തുടങ്ങുവാണ്. ആ ശീലത്തിലോട്ട് എത്താൻ കുറച്ചുകൂടെ ഒരു താമസമുണ്ട്. അതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതുമായിട്ട് അങ്ങ് സിങ്കാവും. ആക്ച്വലി നല്ലതാണ് CG ചെയ്താൽ. മുടി ഭയങ്കര രസമാണ്, നമുക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് ഇങ്ങനെയൊക്കെയുള്ള പിന്നെ പല എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ക്യാമറയിലും കണ്ണാടിയിലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇത് നോക്ക്, എന്ത് ക്യൂട്ടാ എൻ്റെ കാഴ്ച, നോക്കൂ എൻ്റെ കാഴ്ച. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു കോംപ്ലിമെൻറ്റ് കിട്ടും കേട്ടോ. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് മുൻപിള്ളേർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ മുടി ഇത് കൊള്ളാലോ, ഇത് എവിടെയെങ്കിലും ചെയ്തതാണോ, ഇതെന്തെങ്കിലും ചെയ്തതാണോ, പാർലറിൽ പോയി എന്തെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹീറ്റൊക്കെ യൂസ് ചെയ്ത്, അപ്പം നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് നമുക്ക് പറയില്ല, ഇത് എൻ്റെ നാച്ചുറൽ കേൾസിലാണോ, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി കൊണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം. നല്ല രസമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനൊരു 5 വർഷം അങ്ങാണ്ടായി ഈ ചാനൽ ഓപ്പൺ ചെയ്തിട്ട്.
ഇപ്പം എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഐ എം സോ ഹാപ്പി. പിന്നെ എനിക്ക് കമൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഈ കമൻസ് സത്യം പറഞ്ഞുകൊണ്ടല്ലോ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. എന്നാലും ഈ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ ഉണ്ടാവും. എൻ്റെ ഒരു സബ്സ്ക്രൈബർ സ്ഥിരം എനിക്ക് വീഡിയോസിൽ കമൻറ്റ് ചെയ്യും. എനിക്ക് അറിയാത്ത ഒരാൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ആക്ച്വലി കൊള്ളാം. ഇങ്ങനെ കമൻറ്റൊക്കെ ഇട്ട് എൻകറേജ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. കമൻറ്റുകൾ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാഡ് കമൻറ്റ് ഞാൻ ഇടാൻ പറയത്തില്ല. ഗുഡ് കമൻറ്റ്സ്, കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ ഇടും. ദാറ്റ്സ് ഓൾ. ബൈ. ശുഭം.